എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ഓൾ ബിസിനസ് ആണ്. ഈ ക്ലാസ് കാണേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഓണേഴ്സിനും കാണാം, അതുപോലെ തന്നെ ഫ്രീലാൻസേഴ്സിനും കാണാം, അതുകൂടാതെ സ്വന്തമായി ബിസിനസ് ഓൺ ചെയ്യുന്ന ആളുകൾക്കും കാണാം. നിങ്ങളുടെ ബിസിനസ്സിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കാണുന്നതെന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമിനെ പറ്റി പഠിച്ചതിന് ശേഷം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ഓൾ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ വാങ്ങി വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ബ്ലൂ ഹോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബേസിന് വേണ്ടി നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റിനെ സമീപിക്കാം. അതുകൂടാതെ തന്നെ ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് നിങ്ങളൊരു ഹോസ്റ്റിംഗ് മാത്രം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഹോസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു വർഷത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും. അതുകൂടാതെ 24/7 സപ്പോർട്ട് അവരുടെ ഉണ്ട്. ലൈവ് ചാറ്റ് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ കോൾ സപ്പോർട്ടും ഉണ്ട്. പിന്നെ CDN അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിൽ CDN എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ്. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ മറ്റുള്ള ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരാൻ വേണ്ടി ഈ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് learnwithsubin.com/bluehost എന്നുള്ള എൻ്റെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ ടൈപ്പ് ചെയ്തിട്ട് learnwithsubin.com/bluehost എന്ന് ടൈപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ, നമ്മുടെ ക്ലാസ്സിനെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആയിക്കോട്ടെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ ബ്രാൻഡിങ് സ്ട്രാറ്റജി, അതല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ആദ്യത്തെ കാര്യം ബ്രാൻഡിങ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ബിസിനസ്സിനെ ആളുകൾക്ക് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് കൂട്ടിയാലും എങ്ങനെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കിയിട്ടും കാര്യമില്ല, ബ്രാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങൾ ബ്രാൻഡിങ്ങിന് വേണ്ടിയുള്ള ടൂൾസൊക്കെ വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് പാർട്ടുകളായിക്കോട്ടെ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ സ്കിപ്പ് ആഡ്സ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ബ്രാൻഡിങ്ങിന് വേണ്ടി. പക്ഷേ ആ സ്കിപ്പ് ആഡ് ചെയ്യാനുള്ള പൈസ മാത്രം കൊടുത്താൽ പോരാ, ആ വീഡിയോയിൽ കാണിക്കാനുള്ള ക്രിയേറ്റീവും കൂടെ നിങ്ങൾ ഉണ്ടാക്കണം. അതൊന്നെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡഡ് അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതായിരിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഹൈ ക്വാളിറ്റി ക്രിയേറ്റീവ് ആയിരിക്കണം നിങ്ങളുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തേത് പെയ്ഡ് ക്യാമ്പയിനുകളാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എൻക്വയറികൾ വരണമെങ്കിൽ ആദ്യത്തെ സ്റ്റേജിലൊന്നും വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പെയ്ഡ് ക്യാമ്പയിനുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് തന്നെ ചെയ്യണം. ബ്രാൻഡിങ് നിലനിൽക്കുമ്പോൾ തന്നെ വേണം ഇതുപോലെയുള്ള ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ റീമാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ബ്രാൻഡിങ് വഴി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് വഴി ആയിക്കോട്ടെ, ഈ വരുന്ന ആളുകളെ വീണ്ടും നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റുകൾ പല പ്ലാറ്റ്ഫോമുകളിലും കാണിക്കണമെന്നുള്ളതാണ്. അത് ചിലപ്പം നമ്മളുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്ന ഒരാൾ, അയാൾ പിന്നീട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെ പോയാലും നമ്മളുടെ ഒരു പരസ്യം അവരെ കാണിക്കുക. അതിനുവേണ്ടിയുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ പിക്സൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീമാർക്കറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക്ഡിനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസൈറ്റ് ടാഗ് ഉണ്ട്. അതുകൂടാതെ ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീമാർക്കറ്റിംഗ് ടാഗുകളുണ്ട്. ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളുകളെ റീമാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാർക്കറ്റിംഗ് മെത്തേഡുകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വീണ്ടും കൂടുതൽ കൺവേർഷൻസ് ഉണ്ടാവുക. എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാലാമത്തെ കാര്യം ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ്. ഓർഗാനിക് മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ, പൈസ കൊടുത്ത് ചെയ്യുന്നത് മാത്രമല്ല. ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാവാം, നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി SEO ചെയ്യുന്നതാവാം,
എല്ലാ കാര്യങ്ങളും ഒരു ഓർഗാനിക്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റെഗുലറായിട്ട് ടിപ്സോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നത് ഇതെല്ലാം ഓർഗാനിക്കാണ്. ഈ ഓർഗാനിക് മാർക്കറ്റിംഗ് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ഇതെല്ലാത്തിനും ഉപരി അഞ്ചാമത്തെ കാര്യം, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസ് നിങ്ങൾ വാങ്ങേണ്ടി വരിക എന്നുള്ളതാണ്. ഒരിക്കലും ഫ്രീ ടൂളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കുറച്ചൊക്കെ പെയ്ഡ് ടൂളുകളൊക്കെ വാങ്ങേണ്ടത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ നമുക്കൊരു ചാറ്റ് ബോട്ട് മാർക്കറ്റിങ്ങിന് ചിലപ്പോൾ നമുക്കൊരു ടൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഇമെയിൽ മാർക്കറ്റിങ്ങിന് നമ്മളൊരു ടൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. വാട്സാപ്പ് മാർക്കറ്റിങ്ങിന് നമ്മളൊരു ടൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ഈ 5 കാര്യങ്ങൾ, അതായത് ബ്രാൻഡിങ്, ഓർഗാനിക് മാർക്കറ്റിംഗ്, പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്, റീമാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, ഈ 5 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസൾട്ടുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്ങനെയായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ മുന്നിൽ വരുന്ന ചോദ്യം. നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് നിങ്ങൾക്ക് അതിനാദ്യം വേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ 29ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ. സുബിൻ.